പക്ഷിപ്പനിയിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണം തുടരാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാനായി മന്ത്രി കെ രാജു ആലപ്പുഴയ്ക്ക് തിരിച്ചു. വിവരങ്ങളുമായി സെയ്ഫ് സൈനുലാബ്ദീൻ, ആലപ്പുഴയിൽ നിന്ന് ബിനിൽ സാബു എന്നിവരുണ്ട്. ആദ്യം സെയ്ഫിലേക്ക്. സെയ്ഫ്, ഈ നഷ്ടം കണക്കാക്കുന്നത് എങ്ങനെയാണ്? കൊന്നൊടുക്കിയ പക്ഷികളുടെ മാത്രമാണോ നഷ്ടപരിഹാര തുക നൽകുക? അന്ന പക്ഷികളുടെ മാത്രമല്ല മുട്ടയുടെയും കണക്കെടുത്താണ് സംസ്ഥാന സർക്കാർ സാമ്പത്തിക സഹായം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ തവണ പക്ഷിപ്പനി ഉണ്ടായപ്പോൾ ഇതുപോലെ തന്നെ കൂട്ടത്തോടെ പക്ഷികളെ കൊന്നൊടുക്കുകയും മുട്ട നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് നൽകിയ അതേ സാമ്പത്തിക സഹായം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. നശിപ്പിക്കുന്ന ഒരു മുട്ടയ്ക്ക് 5 രൂപ വെച്ച് നൽകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. 2 മാസത്തിൽ താഴെയുള്ള പക്ഷിയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് 100 രൂപ വെച്ച് നൽകും. 2 മാസത്തിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അതിന് 200 രൂപ നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി മന്ത്രി ആലപ്പുഴയിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ്. ഉച്ചയോടെ ആലപ്പുഴയിൽ എത്തിച്ചേരും. വൈകിട്ട് ഉദ്യോഗസ്ഥല യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. താറാവുകളെ കൂട്ടത്തോടെ കൊന്ന സ്ഥലം ആലപ്പുഴയിലും മറ്റ് പ്രദേശങ്ങളുമുണ്ട്. അവിടെ 10 ദിവസം കൂടി കർശനമായ നിരീക്ഷണം തുടരാൻ വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് വീണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് സാമ്പിളുകൾ കൂടുതലായി എടുത്ത് പരിശോധിക്കുന്നത്. എന്തായാലും പ്രാഥമികമായുള്ള ധനസഹായമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് അതിനുശേഷം പരിഗണിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ശരി സെയ്ഫ്. ബിനിൽ സാബു ആലപ്പുഴയിൽ നിന്ന്. ബിനിൽ, മനുഷ്യരിലേക്ക് പടരുമെന്ന ആശങ്ക നിലവിൽ ഇല്ലെങ്കിൽ പോലും പക്ഷികളെ കൊന്നൊടുക്കിയ പ്രദേശത്ത് നിലവിലുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നിലവിൽ ഈ പ്രദേശത്ത് കനത്ത ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് ഫാമിരിക്കുന്ന താറാവുകൾ പക്ഷികൾ സ്ഥിരീകരിച്ച ഫാമിരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ചുറ്റുവട്ടമുള്ള വീടുകളിലേക്കൊക്കെ ആരോഗ്യ പ്രവർത്തകരെത്തി അവർക്ക് നിർദ്ദേശവും അതോടൊപ്പം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഈ നടപടി തുടരുന്നുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതും ഈ മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ ചേർന്ന് അത് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 4 പഞ്ചായത്തുകളിൽ ആണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന നടത്തുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഇന്നലെ പറഞ്ഞത് കൂടുതൽ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ നിരീക്ഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ധനസഹായം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ ഈ കർഷകരുമായി സംസാരിച്ചിരുന്നു. ഈ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ഈ നഷ്ടപരിഹാര തുക അപര്യാപ്തമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ 2014 പക്ഷിപ്പനി ഉണ്ടായപ്പോൾ സമാനമായി ഇതേ തുക തന്നെയാണ് നൽകിയത്. ഇപ്പോൾ ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. 6 വർഷത്തിനിപ്പുറം ഇതിന്റെ താറാവുകളെ പരിപാലിക്കുന്ന ഉൾപ്പെടെ വളരെയധികം ചെലവുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ തുക ഇത്രയും തുക തന്നെ നൽകുന്നത് അത് അപര്യാപ്തമാണ്. കൂടുതൽ തുക നൽകണം എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വൈകിട്ട് 3:30 മന്ത്രി കെ രാജു പങ്കെടുക്കുന്ന ഒരു യോഗം ആലപ്പുഴ കളക്ടറേറ്റ് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ കർഷകർ ഈ ആവശ്യം മന്ത്രിയോട് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന ബിനിൽ, ഇന്ന് വൈകിട്ട് ആണല്ലോ യോഗം. അതിൽ കർഷകർ അവരുടെ ആവശ്യം ഉന്നയിക്കും. ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക വൈകുന്നേരം? മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള യോഗമാണ്. എന്തൊക്കെ കരുതൽ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് തുടങ്ങിയ അവലോകനവും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടാവുക. വൈകിട്ട് 3:30 യോഗം ചേരുക. അതിനുശേഷമായിരിക്കും കർഷകർ മന്ത്രിയുമായി നേരിട്ട് കാണുന്നതിനുള്ള ഒരു തീരുമാനം കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കർഷക അസോസിയേഷൻ പ്രതിനിധികളായിരിക്കും മന്ത്രിയെ കാണുക. കണ്ടതിന് ശേഷമാകും ഇത്തരത്തിൽ ഈ അപര്യാപ്തമാണ് നഷ്ടപരിഹാര തുക അപര്യാപ്തമാണ് എന്ന കാര്യം അവർ ഉന്നയിക്കുക. എന്തായാലും 3:30 യോഗം ചേരുന്നത്. നിലവിൽ ആലപ്പുഴയിൽ 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കോട്ടയം പരിശോധിച്ചാൽ അവിടെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ മാത്രമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രദേശമുള്ളത് ആലപ്പുഴയിലാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയ്ക്ക് പ്രത്യേക ഒരു നിരീക്ഷണവും ഒക്കെ വേണ്ടിവരും. അത് തുടർന്നുള്ള നിരീക്ഷണം എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ മന്ത്രി ജില്ലാ ഭരണകൂടത്തിന് നൽകും. അതിനുവേണ്ടിയാണ് നിലവിൽ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. നിലവിൽ കുട്ടനാട് അതോടൊപ്പം തന്നെ കാർത്തികപ്പള്ളി താലൂക്കുകൾ, ഈ 2 താലൂക്കുകളിലാണ് ഈ പക്ഷികളുടെ അതായത് താറാവ്, കോഴി, കാട തുടങ്ങിയവയുടെ മുട്ട, ഇറച്ചി തുടങ്ങിയവ വിൽക്കുന്നത് നിരോധിച്ചിട്ടുള്ളത്. ശരി ബിനിൽ, തുടരുക. താറാവ് കർഷകൻ ഡി രാജശേഖരൻ ഈ വാർത്തയിൽ പ്രതികരിക്കും. ശ്രീ രാജശേഖരൻ, സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ തൃപ്തനാണോ താങ്കൾ? അല്ല, ഇത് ഞാൻ ഈ താറാവ് കർഷക സംഘടനയുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് കേട്ടോ. ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ പ്രസിഡന്റാണ്. താറാവ് കർഷകനല്ല. അപ്പൊ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ പ്രസിഡന്റാണ്. ശരി, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? അപ്പൊ എന്റെ അഭിപ്രായം ഇതിനകത്ത് 2014 60 ദിവസം പ്രായമുള്ള താറാവുകൾക്ക് 100 രൂപയും 60 ദിവസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകൾക്ക് 200 രൂപയും എന്നുള്ള എമൗണ്ട് ഫിക്സ് ചെയ്ത് 2014 പക്ഷിപ്പനി
വ്യാപന സമയത്താണ് അന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു. അപ്പൊ 2014 നിന്ന് 2021 എത്തുമ്പോൾ സ്വാഭാവികമായി സാധനങ്ങൾക്കുണ്ടായ വിലവർദ്ധനവ്, അതുപോലെ മറ്റേ ഈ ചെറിയ താറാവുകളെ വളർത്താൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ വിലവർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. കാര്യം അന്ന് വെറും 18 രൂപയായിരുന്നു ഒരു കുഞ്ഞു താറാവിന്റെ വിലയെങ്കിൽ ഇപ്പൊ അത് 23 രൂപയാണ്. അന്ന് ഏതാണ്ട് 500 രൂപയ്ക്ക് ആളുകൾ ഇതിനെ മേയ്ക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 1000-ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കൊടുക്കേണ്ട ഭക്ഷ്യസാധനങ്ങളുടെ എല്ലാത്തിന്റെയും വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അന്നത്തെ വില എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് തീരുമാനിച്ച ഒരു വിലയാണ്, അല്ലെങ്കിൽ അതിന്റെ മൂല്യമാണ്. അതിപ്പോ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് വേണം എന്നുള്ളതാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കള്ളിങ് നടക്കുന്നത്. അപ്പൊ കള്ളിങ് നടക്കുന്നതിന്റെ ബാക്കി ഭാഗങ്ങളിൽ ധാരാളം താറാവുകൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളിപ്പോ ഈ ആലപ്പുഴ ജില്ലയിലും കോട്ടയത്തും നേരിടുന്ന ഒരു പ്രതിസന്ധി, ഇതിന്റെ മുട്ടയും അതുപോലെ തന്നെ മാംസവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി ഈ കാര്യം ഗവൺമെന്റിന്റെ ആ ഒരു നടപടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ മൂല്യമില്ലാത്ത ഒരു വസ്തുവിനെ സംരക്ഷിക്കാൻ കർഷകർ തയ്യാറാവേണ്ട സ്ഥിതിയാണ്. കാരണം ഇതിന് ഒരു മൂല്യവുമില്ല, ഇതിനെ വിൽക്കാനും കഴിയത്തില്ല, മുട്ടയെ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ അതിനെ നമുക്ക് സംരക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെ പട്ടിണിക്കിടാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായി മൂല്യമില്ലാത്ത വസ്തുവിന് എല്ലാവിധ സംരക്ഷണങ്ങളും കൊടുക്കേണ്ട ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കർഷകർ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടി ഗവൺമെന്റ് ആ പ്രശ്നം കൂടി അഡ്രസ് ചെയ്യണം എന്നാണ് എനിക്കിത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ രാജശേഖരൻ വാർത്തയിൽ പ്രതികരിച്ചതിന് നന്ദി.